ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ദാനമായി തന്നതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? ഈ വചനം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം സൗന്ദര്യമുള്ളതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ വിഷയം ആഡംബരഭ്രമം എന്നതാണ്. നമ്മോട് സംസാരിക്കുന്നതിനായി പ്രശസ്ത കൗൺസിലറും വാഗ്മിയുമായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാഡം, ഇന്ന് യുവജനങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിൽ സാമ്പത്തികമായ ഉന്നമനത്തിൽ നിൽക്കുന്നവരിലും അല്ലാത്തവരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ഭ്രമമാണ് ആഡംബരഭ്രമം. മാഡത്തിന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ആഡംബരഭ്രമം മലയാളിക്ക് പൊതുവേ കൂടുതലാണ്. മറ്റേത് രാജ്യങ്ങളിൽ ചെല്ലുന്നതിനേക്കാൾ ഏറ്റവും നല്ല വീടുകൾ, നല്ല കാറുകൾ, നല്ല ആഭരണങ്ങൾ, നല്ല ഡ്രസ്സ്, എന്തിന് ഏറ്റവും ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മലയാളി ഒത്തിരി ശ്രദ്ധ വയ്ക്കുന്നവരാണ്. അതിനെ നമുക്ക് ആഡംബരഭ്രമം എന്നല്ല, പലരും ഇതിനെ ആവശ്യം എന്നാണ് പറയുന്നത്. പക്ഷെ ആവശ്യവും ആഡംബരവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ആഡംബര ഭ്രമങ്ങളിലേക്ക് പോയാൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്ന നമ്മളിപ്പോൾ യൂത്ത് ഗൈഡാണിത്. യുവജനങ്ങൾ എവിടെ നിന്നാണ് ഇത് പഠിക്കുക? മുതിർന്നവരിൽ നിന്നാണ് പഠിക്കുക. ആഡംബരങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ വരുമാനത്തിന് അപ്പുറം ചെലവാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ നന്നായി പ്രസന്റ് ചെയ്യാനുള്ള മനുഷ്യന്റെ ഒരു ഒരു വ്യഗ്രത അത് കൂടിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ വീടുകൾ വയ്ക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള മുറികൾ, അവർക്ക് ആവശ്യമുള്ള വീട്ടിലുള്ളവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് അവർ വീട് ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. അയലോക്കക്കാരൻ്റെ ഇതിനേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളവൻ പണിയുന്നതിനേക്കാൾ ഏറ്റവും നല്ല വീട് കോടികൾ ചെലവാക്കി വളരെയേറെ ആർക്കും ഒരു ഉപയോഗമില്ല. അതൊരു വയസ്സിനും വയസ്സി ഒരു പ്രായം ചെന്ന വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും താമസിക്കാൻ മാത്രമായിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നത്. പിന്നെ വീട്ടിലെ കാറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം. അത്യാവശ്യം ചന്തയ്ക്ക് പോകാനും കാര്യങ്ങൾക്കുമായിട്ട് ചെറിയ വണ്ടി, പിന്നെ ബെൻസോ BMW, അതിനൊന്നും നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ ഇത് കണ്ടാണ് പുതിയ തലമുറ വളർന്നു വരുന്നത്. അപ്പോൾ അവരും ആ ഭ്രമത്തിലേക്ക് വരികയാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എപ്പോഴും ഉള്ളതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവനെ പ്രസൻറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുക എന്നുള്ളതാണ്. ആഡംബരഭ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പരസ്യങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മനുഷ്യന് കൊടുക്കുന്ന ചില ചിന്തകൾ അതിനൊരു കാരണമാണ്. കാരണം പരസ്യങ്ങളിലൂടെ നമ്മളിപ്പോൾ കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്തോരം പരസ്യങ്ങളാണ് കാണുന്നത്. എന്തിൻ്റെ എല്ലാം പരസ്യങ്ങൾ, ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ ജൗളിക്കടകളുടെ, സ്വർണ്ണക്കടകളുടെ പുതിയ പുതിയ ട്രെൻഡ് അവർ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ആഡംബരം എന്ന് പറയുന്നില്ല, നമ്മളിതൊന്ന് സ്വയം ഒന്ന് ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു ആഗ്രഹം വരികയാണ്. അതുപോലെ യൂത്തിനെ സംബന്ധിച്ച് TV-യിൽ വരുന്ന പുതിയ ബ്രാൻഡഡ് ഡ്രസ്സുകൾ, മൊബൈൽ ഫോണുകൾ, ബൈക്ക്, വാഹനങ്ങളുടെ പരസ്യങ്ങൾ എല്ലാം ഭയങ്കരമായിട്ട് ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് പൊതുവെ ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം, ആഭരണപ്രമം ഇച്ചിരി കുറവുണ്ട് കേട്ടോ. പുതിയ ഒരു തലമുറയിൽ അവർക്ക് ബാക്കി സാധനങ്ങൾ, ആഭരണങ്ങൾ ഇടാതെ വെറുതെ നടക്കുന്നത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നമ്മുടെ കടകളിൽ കിട്ടുന്നത് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പഴയതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷെ ഏത് കാലഘട്ടത്തിൽ ഇതില്ലായിരുന്നോ? ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവരാണല്ലോ ഇത് പിന്നെ പുറത്ത് മനുഷ്യരെ കാണിക്കുന്നവ, അവരിലൂടെയാണ് ലോകം അറിയുന്നത്. എന്താണ് പുതിയ ട്രെൻഡ്, ഏത് കളറാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ, അത് ചെറുപ്പക്കാരിലൂടെയാണ് നമ്മൾ അറിയുന്നത്. വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ എങ്ങനെ അത് ചെറുപ്പക്കാരെ വഴി പിഴപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മുതിർന്ന തലമുറ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കൗൺസിലറുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കാരണം എനിക്ക് വരുന്ന കേസുകളിൽ പലപ്പോഴും പെൺകുട്ടികൾ ഒത്തിരിയേറെ വഴിപിഴച്ചു പോകുന്ന ഒരു കാരണം ഈ ആഡംബര ഭ്രമമാണ്. കാരണം വീട്ടിൽ വരുമാനം ഇല്ല, അമ്മയ്ക്കും അപ്പനും ലിമിറ്റഡ് ഇൻകം കാണത്തുള്ളൂ. അതിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ഇത്രയൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും മാർഗത്തിലൂടെ പൈസ അവർക്ക് സമ്പാദിച്ചേ പറ്റും. അതിന് സ്വയം മറ്റുള്ളവന് കാഴ്ച വെച്ചുകൊണ്ട് പൈസയായിട്ട് വാങ്ങിക്കുന്നവർ. കഴിഞ്ഞ ദിവസം എനിക്കൊരു പെൺകുട്ടി വന്നു. അവൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ വളരെ മോശമായ രീതിയിലാണ് ജീവിതം.
അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, നീ ഒരു പ്രാവശ്യം പോകുമ്പോൾ എത്ര രൂപയാണ് നീ ഇങ്ങനെ സമ്പാദിച്ച് വെക്കുന്നത്? അന്നേരം എന്നോട് പറഞ്ഞു, മാം അതെപ്പോഴും പൈസയായിട്ടല്ല ഞാൻ വാങ്ങുന്നത്, അത് ഞാൻ ഡ്രസ്സായിട്ട് വാങ്ങാറുണ്ട്, ഞാൻ ഓർണമെൻറ്റ്സ് ആയിട്ട് വാങ്ങാറുണ്ട്, മൊബൈലായിട്ട് വാങ്ങാറുണ്ട്, പല സാധനങ്ങളുമായിട്ട് ഞാൻ ഒരു ഉളുപ്പില്ലാതെ വളരെ കൂളായിട്ടാണ് ഇവള് സംസാരിക്കുന്നത്. അതിനകത്തൊരു കുറ്റബോധമില്ല. അപ്പോൾ അതവള് പറയുന്നത് ഇപ്പം എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ട് ക്ലാസ്സിൽ വരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുമാനമില്ല, പക്ഷെ എനിക്ക് നല്ല ഡ്രസ്സ് ഇടാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വഴി പിഴച്ചു പോകാനുള്ള ഒരു വലിയ സാധ്യത, പേടിപ്പിക്കുന്ന ഒരു സാധ്യത ഇതിനകത്തുണ്ടെന്ന് മുതിർന്ന തലമുറ അറിയുന്നത് നല്ലതായിരിക്കും. മാതാപിതാക്കളോട് ആ സമയത്ത് എനിക്ക് പറയാനുള്ള, മാതാപിതാക്കൾ അറിയണം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ നിന്നാണ് ഈ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്, അല്ലെ അവർക്ക് എവിടെ നിന്നാണ് കാശ് കിട്ടുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ് നമ്മൾ ട്യൂഷൻ എടുത്തൊക്കെയാണ് നമ്മൾ പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഈസി മണി വേണം, ഈസിയസ്റ്റ് വേ, എളുപ്പത്തിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആഡംബരപ്രമം കൂടിയതിൻ്റെ ഒരു കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എല്ലാം മാച്ചിങ് ആണല്ലോ. ഇപ്പോൾ സാരിക്ക് ചേരുന്ന ബ്ലൗസ്, അല്ലെങ്കിൽ അതിന് ചേരുന്ന ചെരുപ്പ്, അതിന് ചേരുന്ന ഓർണമെൻറ്റ്സ്, അതിന് ചേരുന്ന ക്യൂടെക്സ്, പച്ചയും ചുമലയും മഞ്ഞയും, അങ്ങനെ എല്ലാം മാറിയ ട്രെൻഡ് മാറുകയാണ്. അതിനൊരു പരിധിവരെ സിനിമകളോ അല്ല, ഈ ആഡംബരഭ്രമം പെൺകുട്ടികളിൽ മാത്രമല്ലല്ലോ, ആൺകുട്ടികളിലും വളരെയേറെ ആൺകുട്ടികളിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കത്ത് വന്നിട്ടുണ്ട്. ഒരു +2 പഠിക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ എഴുതിയിരിക്കുന്നതാണ്. +2 പഠിക്കുന്ന എൻ്റെ മകനെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ കത്ത് എഴുതാൻ പ്രേരിപ്പിച്ചത്. അവന് ബ്രാൻഡഡ് ഡ്രസ് ഐറ്റംസ്, ബൈക്കുമൊക്കെ ഏറ്റവും പുതിയത് തന്നെ വേണം. വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടവും ദേഷ്യവുമാണ്. അവനെ ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഒരു നല്ല ചോദ്യമാണ്. കാരണം ബ്രാൻഡഡ് ഐറ്റംസ് ഇവർ കടയിൽ കൊണ്ടുപോയി പോലും വാങ്ങിക്കണ്ട. ഇപ്പോഴും ഇപ്പം എല്ലാം ഓൺലൈൻ ഇടപാടുകളാണ്. കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം ഓൺലൈനിൽ അവർ ബുക്ക് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അപ്പം അതിനുള്ള പൈസ കണ്ടെത്തിയാൽ മതി. പൈസ ചിലപ്പം മോഷണ സ്വഭാവങ്ങളൊക്കെ പിള്ളേർക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ട്, പുറത്തുനിന്ന് മോഷ്ടിക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ ഈ അമ്മയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അവരുടെ വീട്ടിൽ എന്തുമാത്രം വരുമാനമുണ്ട്, ആ വരുമാനത്തിൽ എത്ര രൂപ നമുക്ക് ചിലവാക്കാം, എത്ര രൂപ മിച്ചം എടുക്കാം, അല്ലെ വീട് പണിത വകയിൽ നമുക്ക് എത്ര ലോൺ അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിനോ വല്ല ലോണെങ്കിൽ നമുക്ക് എന്തുമാത്രം അതിന് മാറ്റി വെക്കണം. അപ്പോൾ മോനെ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇതിനകത്ത് നിന്നുള്ളതേ നിനക്ക് പറ്റത്തുള്ളൂ, അത് പറഞ്ഞു കൊടുക്കണം. അതിനൊരു കൊച്ചു കുടുംബ സദസ്സൊക്കെ കൂടി അപ്പനും അമ്മയും കൂടെ, അല്ലാതെ എല്ലാത്തിനും എതിര് പറഞ്ഞ് അവരെ വാശി പിടിപ്പിച്ച് എന്നാൽ ഒന്ന് കണ്ടിട്ടേ ഉള്ള ഒരു രീതിയിൽ അവർ പെരുമാറുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അവരെ ശാന്തമായി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പനും അമ്മയ്ക്കും ഒരുമിച്ചിരുന്ന് മക്കളോട് പറയാം, മക്കളെ ഇത്രയൊക്കെ അപ്പനും അമ്മയും ജോലി ചെയ്താൽ കിട്ടുന്നുള്ളൂ, അപ്പോൾ നിനക്ക് ഡ്രസ്സ് വേണം, അത് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, നീ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടും ഏറ്റവും നല്ല ചെരുപ്പിട്ട് നടക്കുന്നത് കാണാൻ മറ്റാരെക്കാളും ആഗ്രഹിക്കുന്ന അപ്പനും അമ്മയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇത്രേ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് മോന് ഇപ്പോൾ അല്ലെ മോൻ്റെ ഒരു പിറന്നാളിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി ചെറുപ്പം മുതലേ കൊടുക്കണം. പക്ഷെ നമുക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് പറയുക, ചെറുപ്പം മുതലേ നമ്മളിതൊന്നും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല. അവർ എന്താവശ്യപ്പെട്ടാലും നമ്മളത് സാധിച്ചു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് കൊച്ചുകുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോഴും നമ്മൾ എന്ത് സാധിച്ചു കൊടുക്കുമ്പോൾ മേലോട്ട് വരുന്തോറും അവർക്ക് മനസ്സിലാകും ഇത്തിരി വാശിയുണ്ടെങ്കിൽ പേരൻസ് ഇത് സാധിച്ചു തരും. അപ്പം അങ്ങനെ ആഡംബരങ്ങൾ അവർക്കൊരു ആവശ്യങ്ങളായിട്ട് മാറും. ഇപ്പോൾ സ്കൂളിൽ പോലും ഞാൻ കാണുന്നുണ്ട് ഓരോ ഫംഗ്ഷൻ, ഇപ്പം പൊതുവായിട്ട് കളർ ഡ്രസ്സ് ഉള്ള ഫംഗ്ഷൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ബർത്ത്ഡേക്ക് കളർ ഡ്രസ്സസ് അനുവദിച്ചിട്ടില്ല. എങ്കിൽ പോലും ആകെ കളർ ഡ്രസ്സ് അനുവദിക്കുന്ന 2 സിറ്റുവേഷനേ ഉള്ളൂ, ഒന്ന് ഓണവും ഒന്ന് ക്രിസ്മസും. എന്നാൽ പോലും ഒരു തവണ ഇട്ട ഡ്രസ്സ് അവർ പിന്നീട് ഇട്ടുകൊണ്ട് വരുന്നത് കാണാറില്ല. അത് അവർ മാത്രമല്ല നമ്മളൊക്കെ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഒരു കല്യാണത്തിന് ഇട്ട സാരി നമ്മൾ പിന്നെ ഒരു കല്യാണത്തിന് ഉടുക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളിട്ട ഓർണമെന്റ്സ് നമ്മളാണ് കാണുന്നവർ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കാണുന്നവർക്കേക്കാൾ നമുക്ക് ഉപയോഗിക്കുന്നവരാണ് തീരുമാനിക്കുന്നത്, അടുത്ത പ്രാവശ്യം ഞാൻ ഇതെടുത്തില്ല. ഓർണമെന്റ്സ്, ചെരുപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നും നമ്മൾ മുതിർന്നവരും മാറുന്നുണ്ട്. ഇപ്പോൾ പിള്ളേരെ നമ്മൾ ഒരുക്കി നടത്തിയാണ് നമ്മളിത് ശീലിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ നന്നായിട്ട് ഒരുക്കി നടത്തി, ചെറുപ്പം മുതലേ നമ്മൾ ഒരുക്കി നടത്തി അവരെ ശീലിപ്പിക്കുന്നത് മുതിർന്ന തലമുറയാണ്. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബങ്ങളെക്കുറിച്ചല്ലാതെ തന്നെ താഴേക്കിടയിൽ വേറൊരു കുടുംബങ്ങളുണ്ട് പൈസ ഇല്ലാതെ. അപ്പോൾ ഈ കുട്ടികൾ ഓരോ പരിപാടിക്ക് പോകണം, കട നിൽക്കാൻ പോകുന്നവരുണ്ട്, കേറ്ററിങ്ങിന് മറ്റും പോകുന്നവരുണ്ട്. അങ്ങനെ പോയി പൈസ ഉണ്ടാക്കി. അപ്പോൾ അമ്മയപ്പനും പറയുന്നത് നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നീ വാങ്ങിച്ചു. ഈ മൊബൈൽ ഫോണ് അത് വലിയൊരു ആഡംബരമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയല്ല. മൊബൈൽ ഫോൺ ഒരു ആവശ്യമാണ്, പക്ഷെ ആവശ്യത്തിന് നമുക്ക് ഇത്ര ഉള്ളത് മതി. പക്ഷെ കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും വളരെ വിലയുള്ള മുന്തിയ തരം
മൊബൈൽ ഫോണുകളും ഐപോഡുകളും അല്ലെങ്കിൽ ലാപ്ടോപ്പുകളും ആയിരിക്കുന്നത്. മാഡം ഇത് പറഞ്ഞപ്പോൾ ഒരു കത്തുകൂടി നമുക്കുണ്ട്. അതൊരു ഭാര്യ എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ പേര് സ്വപ്ന, ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭർത്താവിന് ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകളും പുതിയ കാറും ഒക്കെ ഒരു വീക്ക്നെസ്സാണ്. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം പുതിയത് തന്നെ വേണം. ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉള്ളതുകൊണ്ട് തൽക്കാലം പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ആവശ്യമില്ലാതെ പണം ചെലവാക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് എന്ന് പറഞ്ഞ് കത്ത് പോകും. ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യുവജനങ്ങളുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിലൊന്നും മാത്രമല്ല, ഇത് ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കുടുംബ ബജറ്റ് ഇല്ല എന്നുള്ളത് ആ ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് ഒരു കുടുംബ ബജറ്റ് ഉണ്ടാക്കിക്കൂടാ? വരുമാനത്തിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കാനുള്ള ഒരു കുടുംബ ബജറ്റ് അവർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ അത്രയും വിഷമിക്കേണ്ടി വരത്തില്ല. അപ്പൊ ആ സ്ത്രീ ഒത്തിരി ഞെരുങ്ങുന്നുണ്ടാവും, ആ സ്ത്രീ ഒത്തിരി ചുരുങ്ങുന്നുണ്ടാവും. അവർ ചുരുങ്ങുന്ന അവരുടെ ഡ്രസ്സിലോ അവരുടെ ഫുഡിലോ അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും. കാരണം ഹസ്ബൻഡിന് മുന്തിയതരം കാറുകളും മുന്തിയതരം മൊബൈലും ഒക്കെ വേണമെങ്കിൽ ഇതിന്റെ ലോണൊക്കെ അടയ്ക്കണം. ഇപ്പം പിന്നെ വേറൊരു കാര്യമാണ് കേട്ടോ, ഇപ്പൊ ബാങ്കിലൊക്കെ അല്ലെ ലോണുകൾ ധാരാളം കിട്ടുന്നുണ്ട്. വണ്ടി 0 പലിശയ്ക്ക് അല്ലെ 1 രൂപ കൊടുത്താൽ വണ്ടി വീട്ടിൽ കൊണ്ട് ഇട്ടേച്ച് പോകുന്ന സാഹചര്യങ്ങൾ, നമ്മളെ പിടിച്ചേൽപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പേര് കടക്കണിയിലായി പോകുന്നു. ഈ ആഡംബരഭ്രമം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് കടക്കണിയിലാണ്. അതായത് കേരളത്തിൽ ഏതാണ്ട് 40% ആൾക്കാർ കടക്കണിയിലാണെന്നാണ് പുതിയൊരു റിപ്പോർട്ട്. ഏത് വീട്ടിൽ ചോദിച്ചാലും ലോണുണ്ട്, കടമുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു ആഡംബരവുമായിട്ട് അനാവശ്യ ധൂർത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ആവശ്യത്തിന് എടുക്കുന്നതല്ല. ഇപ്പൊ 3-5 കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വീട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് ഭംഗിയുള്ള വീട്ടിൽ കിടക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയുള്ള ലോണുകളല്ല കൂടുതലും. പണ്ട് നമുക്ക് ഒരു കാറേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കാറ്. അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാൻ അത് മതിയായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ബസ്സിൽ പോകുന്നു, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം കാർ എടുക്കുന്നു, അങ്ങനെ ഒരു രീതിയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഭാര്യയ്ക്ക് വേറെ, ഭർത്താവിന് വേറെ, മക്കൾക്ക് വേറെ, എല്ലാവർക്കും അവനവന്റെ വണ്ടി. അപ്പോൾ അവരുടെ എന്തുമാത്രം പിന്നെ ദൂർത്ത് കൂടിയിട്ടുണ്ട്, ചെലവുകൾ കൂടിയിട്ടുണ്ട്, ഇത്രയും ലോണുകൾ, ഇതെല്ലാം അടയണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കടക്കണിയിലേക്ക് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നൊരു കാൽക്കുലേഷൻ ഇല്ലാത്ത ജീവിതം അത് മനുഷ്യന്റെ ദൂർത്തിന് കാരണമാവുകയും ആ ദൂർത്ത് അവസാനം ആത്മഹത്യയിലൊക്കെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂരിപക്ഷത്തിന്റെ ജീവിത രീതിയാണ് എപ്പോഴും അക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നത്. വളരെ കുറച്ചൊരു ശതമാനമായിരിക്കും പ്രതികരിക്കുന്നവർ. പിന്നെ ഈ പ്രതികരിക്കുന്നവരും അവനവന്റെ കാര്യം വരുമ്പം ആരും ഇത് വേണ്ടെന്ന് വെക്കുന്നില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല. മാതാപിതാക്കള് അവരുടെ സ്റ്റാറ്റസ് സിമ്പൽ ആവും. കല്യാണം എത്ര പേരെ വിളിച്ചു, എന്തായിരുന്നു പാർട്ടി, അല്ലെങ്കിൽ ഏത് ആളാണ് പിന്നെ ആ പാർട്ടി ഇതിന്റെ ഫുഡ് ഉണ്ടാക്കി, കേറ്ററിംഗ് ആരായിരുന്നു, ഓർണമെന്റ്സ് എവിടെയാണ്. ഇപ്പൊ കിലോ കണക്കിന് ഓർണമെന്റ്സ് കരിവരാരും ഇടുന്നില്ല. എനിക്കറിയാം, 2.5 കിലോ സ്വർണവും 20 ഏക്കർ തോട്ടവും പിന്നെ BMW കാറും ഒക്കെ സ്ത്രീധനം കൊടുത്ത കേസുകൾ എൻ്റെ അടുത്ത് 1.5-2 മാസം പോലും ജീവിച്ചിട്ടില്ല, വിവാഹമോചനത്തിനൊക്കെ വരുന്ന കേസുകൾ. പക്ഷെ അതിനകത്തൊക്കെ ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ കുട്ടിയും ഇട്ടിരിക്കുന്നത് ഒരു അരപ്പവന്റെ കൊച്ചുമാലയും ഒക്കെ ഉള്ളൂ. ഇത് മുഴുവൻ ലോക്കറി വെച്ചിരിക്കുക. എന്നും ലോക്കറി വെക്കാൻ വേണ്ടി 2.5 കിലോ സ്വർണം വാങ്ങിച്ച് വെക്കുന്നു. അത് എനിക്കറിയില്ല, ആഡംബരത്തിന്റെ ഒരു ഭാഗമല്ലേ അത്. ഒരു യുവാവും യുവതിയും കൂടെ അവരുടെ വിവാഹ സമയത്ത് ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിലുള്ള ഒരു 10 പേരുടെയും കൂടെ കല്യാണം നമുക്ക് കഴിച്ചു വിടാനുള്ള എന്തെങ്കിലും മാർഗം ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ ചില പ്രശസ്തിയുള്ളവരൊക്കെ ഈ അടുത്ത നാളിൽ ചെയ്തതായിട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള ഒരു മനസ്സാർക്കും ഉണ്ടാവുന്നില്ല. നമുക്ക് സ്വയം പ്രസന്റ് ചെയ്യാൻ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. പാവപ്പെട്ടവനെ കുറിച്ചൊന്നും ആ സമയത്ത് ആരും ചിന്തിക്കുന്നില്ല. പാവപ്പെട്ടവന് കൊടുക്കാനുള്ളത് കൊടുത്തു. ഇവിടെ കല്യാണം കഴിച്ചയക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ 5000 അല്ലെ 10000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുമ്പോൾ 1 സെന്റ് ഭൂമിയോ അല്ലെ ഒരു ചെറിയ വീടോ ഇല്ലാതെ ഒത്തിരി പേര് ഇവിടെ വിഷമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും അത്രയേറെ ചിന്തിക്കുന്നില്ല. അത് ഞാൻ കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ടവന്, അങ്ങനെ ചിന്തിക്കുന്നവരാ. ഇത് മലയാളിയുടെ ഒരു പ്രത്യേകതയാട്ടോ. പുറത്ത് ആരും ഇങ്ങനെ ചെയ്യാറില്ല. നമ്മളിപ്പോൾ നമ്മുടെ സ്ത്രീകളെ നമുക്കറിയാമല്ലോ, നമ്മുടെ വീടിനകത്തിരിക്കുന്ന പാത്രങ്ങൾ അല്ലെ നമ്മുടെ വീടിനകത്തിരിക്കുന്ന ഷോക്കേസിലിരിക്കുന്ന ഓരോ സാധനങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. ആവശ്യമുള്ളത് എത്രയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എത്രയുണ്ട്, നമ്മൾ ഉപയോഗിക്കാത്തതാണ് കൂടുതൽ. ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തത് നമ്മുടെ ഷോക്കേസിലുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. ഗസ്റ്റ് വരുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും നമ്മളത് എടുക്കുന്നില്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നു അതൊരു അനാവശ്യമല്ലേ, അനാവശ്യ ചെലവാണ്. ഓരോ എക്സിബിഷൻസ് വരുമ്പോൾ അല്ലെ ഓരോ യാത്രകൾ പോകുമ്പോൾ കാണുന്നതെല്ലാം മേടിച്ച് കൂട്ടി വീട്ടിൽ കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഇത് വെക്കാൻ സ്ഥലമില്ല.
വെക്കാൻ സ്ഥലമില്ലാതെ പാറ്റയും കയറി പല്ലും കയറി പിന്നെ അത് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഇത് പാവപ്പെട്ടവൻ എന്നതിലും എടുത്ത് പഴയതെടുത്ത് കൊടുക്കുക അതുമില്ല. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ എന്തിപ്പോൾ ഒരു സോഫ അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അത് നമ്മൾ മാറുമ്പോൾ അത് വെളിയിൽ കൊണ്ട് വെച്ചാൽ മതി. ആരെങ്കിലും അത് പഞ്ചായത്ത് അല്ല അതുപോലുള്ളവർ തന്നെ നഗരസഭയുടെ ആൾക്കാർ തന്നെ അത് വന്ന് കൊണ്ടുപോയിക്കോളും. നല്ലതാണെങ്കിൽ അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുകയോ ചെയ്യും. അപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല. നമ്മുടെ ഇവിടെ നമ്മൾ മാറ്റത്തുമില്ല, ആർക്കോട്ട് കൊടുക്കത്തുമില്ല. ഇത് വെച്ച് വെച്ച് പുതിയ പുതിയ ട്രെൻഡാണ് നമുക്ക്. കർട്ടനുകളും മറ്റേതും മറിച്ചതും ഓരോ ചെറിയ കാര്യങ്ങളിൽ വരെ നമുക്ക് ആഡംബരങ്ങൾ ഒത്തിരിയേറെ കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസമുണ്ട്. ആ എഡ്യൂക്കേഷനുള്ളവർ എന്തുകൊണ്ടാണ് മണ്ടത്തരങ്ങളിലേക്ക് പോകുന്നത്? ആ എഡ്യൂക്കേഷൻ അനുസരിച്ച് കാര്യങ്ങൾ വളരെ ലിമിറ്റഡായി നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്താം. അനാവശ്യമായ ദൂർത്തുകൾ നമുക്ക് ഒഴിവാക്കാം. ഒരു കല്യാണം വന്നാൽ കാർഡ് അടിക്കുന്നത് തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ നോക്കണം. കാർഡ് എന്ത് വില കൂടിയ കാർഡുകളാണ്. ഇപ്പൊ കല്യാണത്തിന് നമുക്കൊരു കാർഡ് നല്ലതാണ്. ഒരാളിപ്പോൾ കല്യാണം വിളിക്കാൻ വരുമ്പോൾ അവരുടെ ഡേറ്റ് പറഞ്ഞു ചോദിക്കും, നമ്മൾ ചിലപ്പോൾ ഡയറിയിൽ എഴുതി വെക്കാൻ വിട്ടുപോകും. നമ്മൾ എടുത്തു വെക്കുന്ന ഈ കാർഡാണ്. കാർഡ് വേണം, കാരണം അത് നോക്കിയിട്ടാണ് നമ്മൾ പള്ളി ഏതാൻ തീരുമാനിക്കുന്നത്. ഇപ്പം പണ്ടത്തെ പോലെ കല്യാണത്തിന് നേരത്തെ വീട്ടിലൊന്നും ചെന്ന് നമ്മൾ പങ്കെടുക്കുന്നില്ല. നമ്മൾ ചെല്ലുന്ന പള്ളിയിലോട്ടാണ്. അത് കുർബാനയെല്ലാം തീരാറാകുമ്പോൾ അതിന്റെ പരിപാടി തീരാറാകുമ്പോൾ നമ്മൾ ആ വീഡിയോയുടെ എല്ലാം മുന്നിൽ കൂടെ നടന്ന് നമ്മൾ വന്നു ഒന്ന് അറിയിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഈ കാർഡ് കയ്യിലില്ലെങ്കിൽ നമ്മൾ വേറെ പള്ളിയിൽ ചെന്ന് പറ്റും, അല്ലെ വേറെ സ്ഥലത്ത് കാർഡ് വേണം. പക്ഷെ ആ കാർഡ് തന്നെ ആഡംബരത്തിന്റെ പേരിൽ എന്തോരം കോസ്റ്റ്ലി ആയിട്ടാണ് ഇപ്പൊ ഓരോരുത്തർ അടിച്ചു വയ്ക്കുന്നത്. ഏതെല്ലാം സൈസുകളിൽ, അതും വിദേശത്തു നിന്ന് പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം പരസ്യങ്ങളാണ്. ഇപ്പൊ കല്യാണത്തിനുള്ള സംഭവങ്ങൾ ഗൗണ് തൊട്ട് കാർഡ് തൊട്ട് എല്ലാത്തിനും ഇഷ്ടം പോലെ പരസ്യങ്ങളുണ്ട്. അപ്പൊ ഈ ഗൗണ് തന്നെ എന്തോരം ലക്ഷങ്ങൾ ചെലവ് ചെയ്യുന്ന ഗൗണുകളാണ് പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ദിവസം അല്ലാതെ പിന്നെ ജീവിതത്തിൽ അവരത് ഉപയോഗിക്കുന്നില്ല. അത് അവർ വെറുതെ കൊണ്ട് തൂക്കിയിടുകയാണ്. മന്ത്രകോടി അതുപോലെ തന്നെയാണ്. മന്ത്രകോടി എന്ന് പറയുന്നത് ഒരാവശ്യമാണ്. അതിൽ ചെറുക്കൻ നമുക്ക് ആദ്യമായിട്ട് തരുന്ന അത് ഇത്തിരി നീറ്റായിരിക്കണം, നല്ലതായിരിക്കണം. പക്ഷെ ലക്ഷങ്ങളാണ് അതിനു വേണ്ടി ചെലവാക്കുന്നത്. എനിക്കൊരു കേസ് വന്ന് ഞാനിപ്പോൾ ഓർക്കാണ്. ആദ്യത്തെ രാത്രിയിൽ ഭർത്താവ് ഭാര്യയുടെ മന്ത്രകോടി കണ്ടിച്ചു കളഞ്ഞൊരു കേസാണ്. കാരണം അവൻ ഭയങ്കര ചുരുങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ജോലിയുണ്ട്. അപ്പോൾ അവന് പെണ്ണിൻ്റെ വീട്ടുകാരോട് ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ഇവളെ പുറത്ത് കൊണ്ടുപോവുകയാണ്, അവിടെ സാരി അധികം ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല, കൂടുതൽ ജീൻസ് അല്ലെ അങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സസ് ഒക്കെയാണ്, വെസ്റ്റേൺ ഡ്രസ്സസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാതെ പൈസ ഇതിന് കളയരുത് സാരിക്ക്. പക്ഷേ കടയിൽ ചെന്ന് സാരി എടുക്കാൻ നേരം പെണ്ണ് വാശി പിടിച്ചു, എനിക്കൊരു കല്യാണമുള്ളൂ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം ഇത്, അതുകൊണ്ട് ഞാൻ പറയുന്ന സാധനം വേണം. അപ്പോൾ അത് നല്ല ലക്ഷങ്ങൾ വിലയുള്ള സാരി അവൾ എടുക്കുന്നു. അവനന്നേരം ദേഷ്യം വന്നു. നേരത്തെ അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. പക്ഷെ അവൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് നൈറ്റിൽ ആദ്യം ഒരു കത്രിക എടുത്ത് ഈ സാരി അങ്ങ് കണ്ടിച്ചു കളഞ്ഞു. നിന്നെ ഇത് ഞാൻ ഉടുപ്പിക്കത്തില്ല എന്ന് അന്നേരം തീരുമാനിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ വാശി ദേഷ്യം തീർത്ത്. അത് ശരിയാന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ ചെയ്തത് തെറ്റാണ്, അവൾ ചെയ്തതും തെറ്റാണ്. കാരണം നമ്മളിപ്പോൾ ഈ വെഡിങ് സാരീസ് അല്ലെങ്കിൽ മന്ത്രകോടി എന്നൊക്കെ പറയുന്നത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അതിൽ കൂടുതൽ നമ്മളത് ഉപയോഗിക്കാറില്ല. എന്തിനു വേണ്ടി ഈ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതെന്ന് യുവതലമുറ ചിന്തിക്കുക. പുതിയ പെൺകുട്ടി, കൊച്ചു തലമുറ, വളർന്നു വരുന്ന തലമുറ വേണം. അനാവശ്യമായിട്ട് അതിന് കാശ് കളയാതിരിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും ധൂർത്തും എങ്ങനെ തിരിച്ചറിയാം? ഒരാളുടെ ആവശ്യം വേറൊരാളുടെ ആവശ്യം ആകണമെന്നില്ല. ആവശ്യവും ധൂർത്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ, അത് അനാവശ്യങ്ങൾക്കായിട്ട് വരുമ്പോൾ എൻ്റെ തോന്നിയാസം എനിക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ എനിക്ക് ദൈവം സ്വത്ത് തന്നിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് അത് ധൂർത്താകുന്നത്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ചിന്തകൾ പോകാതെ ദൈവം തന്നിരിക്കുന്നതിനെ എല്ലാവർക്കുമായി ഷെയർ ചെയ്യാനും പാവപ്പെട്ടവന് വേണ്ടി കുറച്ചൊക്കെ മാറ്റിവെക്കാനും നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് മോശമെന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ അന്തസ്സായിട്ട് കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയാണെങ്കിൽ അതൊരാഡംബരമാവില്ല, അതൊരു ധൂർത്താവില്ല. അതുകൊണ്ട് പുതിയ തലമുറ നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് വന്ന് ഇപ്പോൾ വരുമാനം പണ്ടത്തെ പോലെയല്ല. കൊച്ചു കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്യാമ്പസിൽ അവർക്ക് അപ്പം തന്നെ ജോലി കിട്ടുന്ന ഒരു കാലമാണ്. 22-23 വയസ്സുള്ള കൊച്ചിന് 50,000-ന് മേലെ സാലറി കിട്ടുമ്പോൾ അവനതെങ്ങനെ ചിലവാക്കണമെന്ന് അറിയാൻ മേലെ അത് വരുമ്പോൾ അത് ധൂർത്തായിട്ട് മാറും. അപ്പോൾ അത് നമ്മുടെ ഒരു പുതിയ സിസ്റ്റമാണ്. അപ്പോൾ അതങ്ങനെ വരാതെ ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്ലാൻഡായിട്ട് ഒന്ന് പ്ലാൻ ചെയ്തുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ വരികയാണെങ്കിൽ അത് ധൂർത്തായി മാറത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം തന്ന സമ്പത്തും ജീവിത സാഹചര്യങ്ങളും
അഹങ്കാരത്തിനും ആർഭാടത്തിനും വേണ്ടിയുള്ളതല്ല. സമ്പത്തല്ല, സമാധാനമാണ് ആവശ്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ളത് എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി.